എന്നെ വിളിച്ച പല ആളുകളും സങ്കടം പറഞ്ഞൊരു വിഷയം കേൾക്കാം. കച്ചവടത്തിൽ ബർക്കത്തില്ല. അത് സ്വന്തമായി പറഞ്ഞ ആളുകളുണ്ട്. ഭർത്താവിൻ്റെ കച്ചവടത്തിൽ, ഭർത്താവിൻ്റെ ബിസിനസ്സിൽ ഉയർച്ചയില്ല, അതുപോലെ തന്നെ മക്കളുടെ ബിസിനസ്സിൽ ഉയർച്ചയില്ല എന്ന് പറഞ്ഞ മാതാപിതാക്കളുണ്ട്. തുടങ്ങി കച്ചവടപരമായിട്ട്, ജോലിപരമായിട്ട് ഒരു റാഹത്തില്ല, വ്യവസായം നന്നായി കിട്ടണില്ല, വിളവ് കിട്ടുന്നില്ല, അതുപോലെ തന്നെ തോട്ടത്തിൽ ഉയർച്ചയില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ സാമ്പത്തിക മേഖല റാഹത്തില്ലായ്മ, വിഷമമായി പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ വിചാരിച്ചു അവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ, കാരണം ബിസിനസ്സുകാരൊക്കെ ആകുമ്പോൾ അവർക്ക് അവരുടേതായ തിരക്കുകളുണ്ടാവും. അപ്പോൾ അതിനിടയിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും അമലുകളുണ്ടോ, എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങളുണ്ടോ? അപ്പം ചെറിയ തോതിലുള്ള വിഷമങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടാൻ എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അമൽ ഇൻഷാ അല്ലാഹ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എവിടെ ഇരുന്നും ചെയ്യാൻ പറ്റിയ, ചൊല്ലാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ കുറഞ്ഞ എണ്ണം മാത്രം ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് കച്ചവടത്തിൽ മികവുണ്ടാകാൻ, സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ, അഭിവൃദ്ധി ഉണ്ടാകാൻ, മക്കളുടേതാകട്ടെ, ഭർത്താവിൻ്റെതാകട്ടെ, അതുപോലെ സ്വന്തമാകട്ടെ, അതുപോലെ തുടങ്ങി നമ്മളുമായി ബന്ധപ്പെട്ട ഇനി ആരുടെയെങ്കിലും കച്ചവടങ്ങളാണെങ്കിൽ അവരിലേക്ക് ഇതൊക്കെ എത്തിച്ചു കൊടുക്കാനും അവർക്കും അത് ചെയ്താൽ അവർക്കും ഫലം കിട്ടുന്ന വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മഹത്തായ കുഞ്ഞൻ കാര്യം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. അള്ളാഹു നമ്മുടെ സാമ്പത്തികമായ പുരോഗതി അനുഗ്രഹിക്കുമാറാകട്ടെ, വലിയ ഉയർച്ച നൽകുമാറാകട്ടെ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരുമാറാകട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകൾ, ജോലികൾ, അതുപോലെ സാമ്പത്തികമായ മേഖലകളൊക്കെ അള്ളാഹു ഉയർച്ചയിലെത്തിച്ചേരുമാറാകട്ടെ. സാമ്പത്തിക പുരോഗതി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ്. ഒട്ടുമിക്ക ആളുകളും നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് സാമ്പത്തികമായൊരു മെച്ചം വേണം, ഇല്ലേ? കാരണം നമ്മുടെ ഈ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ആവശ്യമായൊരു ഘടകമാണ് സമ്പത്തുണ്ടാകുക എന്നുള്ളത്. അത് ഏത് മേഖലയിലാണ്? വിദ്യാഭ്യാസ മേഖലകളിൽ വേണം, അതുപോലെ തന്നെ നമുക്ക് ഭൗതികമായ എല്ലാ മേഖലകളിലും അത് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകണമെന്നും അതിന് അഭിവൃദ്ധി ഉണ്ടാകണമെന്നും ഒക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അള്ളാഹു നമുക്ക് സാമ്പത്തികമായ ഉയർച്ച നൽകി അനുഗ്രഹിക്കട്ടെ. എന്നോട് വിഷമം പറഞ്ഞ പല ആളുകളും ഒരു കാര്യം പറഞ്ഞു. ഒന്ന്, ജോലി സംബന്ധമായ വിഷയം. ജോലി റെഡിയാവുന്നില്ല, എത്ര നോക്കിയിട്ടും ജോലി വിഷയം റാഹത്തായി കിട്ടുന്നില്ല. അത് വിദേശത്ത് നോക്കുന്ന ആളുകളുണ്ട്, സ്വദേശത്ത് നോക്കുന്ന ആളുകളുണ്ട്. ജോലി റെഡിയാവുന്നില്ല. മക്കളുടെ വിഷയം പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ ജോലിയുടെ കാര്യം പറഞ്ഞവരുണ്ട്, സ്വന്തമായി ജോലി വിഷയം പറഞ്ഞ ആളുകളുണ്ട്. രണ്ടാമത് കാര്യം പറഞ്ഞത് ബിസിനസ് സംബന്ധമായ വിഷയങ്ങളിലുള്ള തകർച്ച. ചെയ്യുന്നില്ല, ചിലപ്പോൾ കച്ചവടങ്ങൾ, എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാനുള്ളതാവാം, അല്ലെങ്കിൽ പറമ്പ് വിൽക്കാൻ, അല്ലെങ്കിൽ വീട് വിൽക്കാനുള്ളത് നടക്കുന്നില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ബിസിനസ് പരമായിട്ടുള്ള മറ്റ് മേഖലകളിൽ ഒരു പുരോഗതി ഇല്ലായ്മ, എപ്പോഴും ഒരു തകർച്ച, അത് അനുഭവപ്പെടുന്ന ആളുകൾ അവർ പരാതി പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ ഉള്ള ആളുകൾ, കൊടുത്ത പൈസ തിരിച്ച് കിട്ടാതെ പ്രയാസപ്പെടുന്നവർ, ചോദിച്ചു നടന്ന് ആകെ ഇടങ്ങേറായി, അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് തകർച്ചയിൽ. അപ്പോൾ ഇങ്ങനെ തുടങ്ങി സാമ്പത്തികമായ പല രൂപത്തിലുള്ള വിഷമങ്ങൾ പറഞ്ഞ ആളുകൾ. ഇതുപോലെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ ഒരു ബർക്കത്തില്ലായ്മ. ഇങ്ങോട്ട് കിട്ടുന്ന പൈസ കിട്ടുന്നുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട്, നമുക്ക് ജോലി ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ കിട്ടിയത് എങ്ങോട്ട് പോയെന്നറിയില്ല. കിട്ടിയത് എങ്ങോട്ട് പോകുന്നതെന്നറിയാത്ത രൂപത്തിൽ എങ്ങനെ ചിലവായി പോകുക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ വ്യത്യസ്തങ്ങളായ പല രൂപങ്ങൾ എന്നോട് വിഷമം പറഞ്ഞ ആളുകളുടെ വ്യത്യസ്തങ്ങളായ വിഷമങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു പുരോഗതി കിട്ടാൻ, ഒരു മാറ്റം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? മാറ്റം ഉണ്ടോ? ഉണ്ടാകും, ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. മാറ്റം ഉണ്ടാകാനുള്ള വഴികളൊക്കെ മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ആയത്തിൻ്റെ ഒരു അല്പശകലം, ഒരു കുറഞ്ഞ ഭാഗം ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഒരു 100 തവണ ഓതാൻ. അത് വലിയ വാക്കൊന്നുമില്ല, ഒരു 2-3 വാക്കുകൾ ചേർത്തിട്ടുള്ള ഒരു വാചകമാണ്. 2-3 വാക്കുകൾ, 3 വാക്കുകളെ അതിനകത്തുള്ളൂ. ആ ഒരു വാക്ക് 3 ചേർത്തിട്ടുള്ള ആ ഒരു ചെറിയ ആയത്തിൻ്റെ കഷ്ണം 100 തവണ ദിവസം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലി ദുആ ചെയ്തു കഴിഞ്ഞാൽ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ അറുതി കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നല്ല നിയ്യത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ കൂലി കിട്ടും. നമ്മളെല്ലാ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്താലും നല്ല നിയ്യത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള വിഷമങ്ങൾ പറഞ്ഞ് പരിഹാരം ചോദിച്ച് വിളിക്കാറുണ്ട്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി മെസ്സേജുകളായിട്ട് അയക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് റിപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമുണ്ടാകും. ഇനി അതല്ല, വിളിക്കേണ്ട ആളുകളാണെങ്കിൽ കോൾ ചെയ്യേണ്ട ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ തന്നെ കോൾ ചെയ്യാൻ ശ്രമിക്കുക. വിളിച്ചിട്ട് എടുത്തില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് തിരിച്ചെന്തായാലും വിളിക്കുക ആ നമ്പറിൽ കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി അത് 1-2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി തിരിച്ച് വിളിക്കും. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ലീവുള്ള ദിവസങ്ങളാണെങ്കിൽ അന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത് അവധി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും, എടുക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ കാര്യവും റാഹത്താക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആനിലൊരു ചെറിയ ആയത്തിൻ്റെ ഒരു ശകലമുണ്ട്. നിങ്ങളാണ് യർജൂന തിജാറത്തൻ ലൻ തബൂർ.
3 വാക്കുകളാണ്. യർജൂന, തിജാറത്തൻ, ലൻ തബൂർ. ഈ ഒരു 3 വാക്കുകൾ, 4 വാക്കുകളുണ്ട്, തൽക്കാലം ഇപ്പോൾ നിങ്ങൾ 3 വാക്കായിട്ട് അത് കൂട്ടിയാൽ മതി. യർജൂന ഒരു വാക്ക്, തിജാറത്തൻ മറ്റൊരു വാക്ക്, ഈ ലെൻ എന്ന് പറയുന്നൊരു വാക്കാണ്. ലെൻ തബൂർ വേറെ വാക്ക്. അപ്പം ലെൻ തബൂർ എന്നുള്ള ഒറ്റ വാക്കാണ്, അത് കൂട്ടിയാൽ മതി. ഈ ഒരു 3 വാക്കുകൾ ചേർന്നിട്ടുള്ള ഈ ആയത്തിൻ്റെ ശകലം 100 തവണ ആരെങ്കിലും ഒരാൾ, അതായത് നഷ്ടമില്ലാത്ത കച്ചവടം, അവർ എന്താണ് നഷ്ടമില്ലാത്ത കച്ചവടം ആഗ്രഹിക്കുന്നു എന്നാണ്. അവർ കൊതിക്കുന്നത് എന്താ? നഷ്ടമില്ലാത്ത കച്ചവടമാണ്. നഷ്ടമില്ലാത്ത, അതായത് ലാഭം കിട്ടുന്ന കച്ചവടമാണ് എന്ത് ചെയ്യുന്നത്? അവർ ആഗ്രഹിക്കുന്നത്. നഷ്ടക്കച്ചവടം നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? ലാഭം ഉണ്ടാകണം, ഉയർച്ച ഉണ്ടാകണം, പുരോഗതി ഉണ്ടാകണം. അപ്പോൾ അതുതന്നെ വിശുദ്ധ ഖുർആൻ്റെ ആയത്തിൻ്റെ ശകലമാണത്. ആ സംഭവം പറഞ്ഞത് ആഖിറത്തിലേക്കുള്ള വിഷയമാണ്. പക്ഷേ ഈ ആയത്ത് ആരെങ്കിലും നിയ്യത്താക്കിയിട്ട് എൻ്റെ കച്ചവടത്തിൽ ലാഭം ഉണ്ടാകണം, എൻ്റെ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകണം, എൻ്റെ വിൽക്കാനുള്ളത് വിൽക്കാൻ കഴിയണം. ചില ആളുകൾ സാധനങ്ങൾ വിൽക്കാൻ പറ്റാതെ കെട്ടിക്കിടന്നിട്ട് ബുദ്ധിമുട്ട് പ്രയാസം പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അതൊക്കെ വിറ്റ് കിട്ടണം എന്നാഗ്രഹിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ നിയ്യത്താക്കിക്കൊണ്ട് എന്ത് ചെയ്യാം? യർജൂന തിജാറത്തല്ലൻ തബൂർ ഒന്ന് ചൊല്ലിക്കേ. യർജൂന തിജാറത്തല്ലൻ തബൂർ എത്ര തവണ ചൊല്ലണം? 100 തവണ കുഞ്ഞൻ ദിക്റും ചൊല്ലി ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പുരോഗതി നൽകും, സാമ്പത്തികമായി വലിയ ഉയർച്ച നൽകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പല ആളുകളും വിഷമം പറഞ്ഞ കൂട്ടത്തിൽ ഇത് കാണാൻ കഴിയും. ഈ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ചില അമൽ കൂടെ ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. നമ്മുടെ കച്ചവടത്തിൽ ലാഭം ഉണ്ടാകാൻ നിങ്ങളെപ്പോഴും എന്ത് ചെയ്യുക? ഈ കടകൾ നടത്തുന്ന ആളുകൾ, ഷോപ്പുകൾ നടത്തുന്ന ആളുകൾ അല്ലേ, കച്ചവടം നടത്തുന്ന ഷോപ്പ് ഉള്ള ആളുകൾ, അവരൊക്കെ കടയിലേക്ക് പോകുമ്പോൾ, കച്ചവടത്തിന് പോകുന്ന സമയത്ത് ഈ ഷോപ്പ് തുറക്കുമ്പോൾ എന്ത് ചെയ്യുക? സൂറത്തുൽ മാഊൻ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന സൂറത്ത് ചൊല്ലിക്കൊണ്ട് തുറക്കാം. അതുപോലെ തന്നെ സൂറത്തുൽ ഖുറൈശ് ചൊല്ലിക്കൊണ്ട് എന്ത് ചെയ്യുക? വാതിൽ തുറക്കുക, ഈ ഷട്ടർ തുറക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് അതായത് സൂറത്ത് ഖുറൈശ്, സൂറത്തുൽ മാഊനൊക്കെ ഓതിക്കൊണ്ട് എന്ത് ചെയ്യുക? ഷട്ടർ തുറക്കുന്ന സമയത്ത് അത് ഓതിക്കൊണ്ട് തുറക്കുക. അവർക്ക് കച്ചവടത്തിൽ പുരോഗതി ഉണ്ടെന്ന് മഹാന്മാർ പഠിപ്പിച്ചരിക. അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യുക? സൂറത്തു ദുഹാൻ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ സൂറത്തു സജദ പാരായണം ചെയ്യുക. ഇത്തരത്തിലുള്ള സൂറത്തുകൾ ഓതൽ പുരോഗതി ഉണ്ടാകാൻ കാരണമായി തീരും. അതുപോലെ സൂറത്ത് യാസീൻ നിയത്താക്കി ഓതുക ഷർറുകൾ നീങ്ങിക്കിട്ടാൻ കാരണമായി തീരും. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ആരെങ്കിലും കണ്ണേറോ ആരെങ്കിലും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മളെ ഇടങ്ങേറാക്കിയ എന്തെങ്കിലും സംഗതികളുണ്ട് എങ്കിൽ അത് നീങ്ങിക്കിട്ടാൻ കാരണമായി തീരും. എന്ത് ചെയ്താൽ? ആ കച്ചവട സ്ഥാപനത്തിലിരുന്നു കൊണ്ട് നമ്മൾ സൂറത്തു യാസീൻ ഓതിയാൽ അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നൽകുമാറായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംഗതികളൊക്കെ നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളതല്ലേ. ഇൻഷാ അല്ലാഹ് ഈ ഒരു സംഗതി എളുപ്പമാണ്, ചെയ്തു നോക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ വലിയ എന്തെങ്കിലും മറ്റു വിഷയങ്ങളുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്കത് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് അതിന് പരിഹാരം പറ്റുന്നത് പോലെ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. നമുക്കൊക്കെ ഫലം കിട്ടുന്ന അല്ലെങ്കിൽ നമുക്കൊക്കെ ഉപകരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെ ഇടങ്ങേറായി കഴിയുന്ന ആളുകളുണ്ടാവും ഇല്ലേ, സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിൽ കഴിയുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസമാണ് ഇതുപോലെയുള്ള സംഗതികൾ. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യാം? അവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു വലിയ റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.